പത്തനംതിട്ട സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദുവിന്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് അനി. എന്തായാലും നമുക്ക് കല്യാണം കഴിക്കാം. ഇനി ആരൊക്കെ എന്തൊക്കെ തടസ്സം തന്നാലും നമ്മുടെ ചേച്ചിയും എല്ലാവരും കൂടെയുണ്ട് എന്നൊരു വിശ്വാസം അനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ അനി പറയുക, എനിക്കും ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. പക്ഷെ ഉറച്ച തീരുമാനത്തിലൂടെ എൻ്റെ അടുത്ത് നവീൻ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് സങ്കടം ഉണ്ടാവുന്നത്. അത് മാത്രമല്ല, ആ കുടുംബത്തില് ഇപ്പോൾ വല്ലാത്തൊരു ദുരന്തം കൂടി സംഭവിക്കാൻ പോകുന്നുണ്ട്. എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദു അനിയുടെ അടുത്ത്. അത് നവ്യ ചേച്ചിക്ക് എല്ലാം മനസ്സിലായി. എല്ലാം കൂടെ നിന്ന് അറിഞ്ഞു തന്നെയാ ജീവിക്കുന്നത്. അബിയുടെ കാര്യത്തിലായിരുന്നാലും നാഹിന്റെ കാര്യത്തിലായിരുന്നാലും ഓരോരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ആരും അറിയില്ലായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ നയന ചേച്ചിയും അതുപോലെ തന്നെ ആദർശേട്ടനും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാം എൻ്റെ അടുത്ത് വീട്ടിൽ വന്നപ്പോൾ ചേച്ചി പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു നീ അത് നേരത്തെ തന്നെ അറിഞ്ഞു കാണുമെന്ന് എന്നൊക്കെ അനി നന്ദുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അനിയത്തിമാരും ചേച്ചിമാരുമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും അറിയേണ്ട കാര്യം മാത്രം നീ അറിഞ്ഞതുമില്ല പറഞ്ഞതുമില്ല എന്നൊക്കെ നന്ദു അനിയുടെ അടുത്ത് പറയുന്നുണ്ട്. നീ എന്താ എനിക്ക് മനസ്സിലായില്ല. അല്ല, നിന്റെ കൂട്ടുകാരനാ നവീന് ആദ്യം എന്നെ മനസ്സിൽ ഉണ്ടെന്നും എനിക്ക് കല്യാണം ആലോചിക്കുകയാണെന്നും പറഞ്ഞതാ. പക്ഷെ നിന്റെ ഒരു കാര്യമാ നീ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വരുമായിരുന്നോ നിന്റെ മനസ്സിൽ? ഞാനെന്ന സത്യം നീ എന്താ പറയാത്തത്? നിനക്ക് തുറന്നു പറയാൻ ധൈര്യമില്ല, അത് തന്നെയാ എന്നൊക്കെ നന്ദു കുറ്റപ്പെടുന്നുണ്ട് അനിയെ. നിനക്ക് ഇപ്പോഴും എന്നെ കുറ്റപ്പെടുത്തി മതിയായില്ല അല്ലേ? ഇനിയും ഓരോന്ന് കേൾക്കാൻ വേണ്ടി ഇരിക്കുക തന്നെയാ. മുത്തശ്ശൻ എന്തായാലും ഞാൻ ആ വീട്ടില് വരുന്നത് കൊണ്ട് ഒരു തടസ്സവും പറയില്ലെന്ന് എനിക്കുറപ്പാ. കാരണം നയന ചേച്ചിയും ആദർശേട്ടനും ഉള്ളതുകൊണ്ട് മാത്രം ചേച്ചിമാരെ കാണാൻ വേണ്ടി ആരും എന്നെ തടസ്സപ്പെടുത്തിയില്ല. എന്നാൽ അതിനു മുമ്പായിട്ട് എനിക്ക് ചിലപ്പോൾ അങ്ങോട്ട് വരേണ്ടി വരും എന്ന് അനിയുടെ അടുത്ത് നന്ദു പറയുന്നുണ്ട്. അതൊക്കെ എന്താ കാര്യമെന്ന്? അതൊക്കെ പോലീസുമാരുടെ കാര്യമാണ്. ഏത് തെറ്റും ഏത് ശരിയും കണ്ടുപിടിക്കാനും അത് ആക്ഷൻ എടുക്കാനും ഒരേ ഒരാളുള്ള പോലീസ് അറിയാലോ. അതുകൊണ്ട് നിങ്ങളെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള എന്റെ ഒരു അന്വേഷണത്തില് ഒരാളാ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു കുറ്റവാളി. അത് ഇതുവരെക്കും ആർക്കും മനസ്സിലായിട്ടില്ല. അത് പക്ഷെ എനിക്ക് നല്ലതുപോലെ അറിയാം. അതുപോലെ തന്നെ ചേച്ചിമാർക്കും എന്നൊക്കെ അനിയുടെ അടുത്ത് പറയുന്നുണ്ട്. അതൊക്കെ ഒരു സസ്പെൻസ് ആയിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരും. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നൊക്കെ അനിയുടെ അടുത്ത് നന്ദു പറയുന്നുണ്ട്. എന്നാൽ നന്ദുവിന്റെ കാര്യം വീട്ടിലെല്ലാവരും അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കല്യാണം നടത്താൻ വേണ്ടി അനിയുടെ അച്ഛനൊന്നും താല്പര്യമില്ല. പക്ഷെ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, നന്ദുവിനെ ഇവിടെ വരാൻ ആർക്കും തടസ്സം പറയാൻ കഴിയില്ല. എന്തു വെച്ചാലും അവളുടെ ചേച്ചിമാരെ കാണാനാ ഈ വീട്ടിൽ വരുന്നത്. അതുകൊണ്ട് ആരും ഒന്നും മിണ്ടിയും പോകരുത് എന്നൊക്കെ മുത്തശ്ശൻ അവരുടെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അനിയുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് നന്ദുവിന്റെ അടുത്ത്. എന്തു വെച്ചാലും ഈ കല്യാണം നടക്കുന്നത് കൊണ്ട് തന്നെയാ. ഇനി നവീനുമായിട്ടുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കും എന്നൊക്കെ അനിയുടെ അമ്മ പറയുന്നുണ്ട് അനിയുടെ അച്ഛൻ്റെ അടുത്ത്. മഹേന്ദ്രനും അഭിയും തമ്മിൽ കാണാതിരിക്കാനും ഇനി ഒരു കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാനും ജലജ ഏത് വിധേനയും ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ അഭിയുടെ അടുത്ത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, നിന്റെ അമ്മയായില്ല കുറ്റക്കാരിയെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് നിങ്ങളായ മക്കളേതായ നിങ്ങളെ തന്നെ സംസാരിക്കാൻ പോലും അനുവദിക്കാത്തത്. തെറ്റുണ്ടെങ്കിൽ മാത്രമേ ഒന്ന് മറയ്ക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുള്ളൂ. നിന്റെ അമ്മ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം അത് തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട്. തെറ്റ് ചെയ്തവർ ആരായിരുന്നാലും ഒരു ദിവസം പിടിക്കപ്പെടുകയും ചെയ്യും എന്നൊക്കെ അബിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ കുനിഞ്ഞു നിൽക്കുന്നുണ്ട്. അവനും ചെയ്തത് തെറ്റ് തന്നെയാണ് നവ്യയുടെ അടുത്ത്. നവ്യ പോലും അറിയാതെ ഒരു മകളുണ്ടെന്നും ഒരു ഭാര്യയുണ്ടെന്ന് പോലും മറച്ചു വെച്ച് ഒരുമിച്ച് ജീവിക്കുന്നത് തന്നെയാ വളരെ വലിയ കഷ്ടം തന്നെന്ന് അബി ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതറിഞ്ഞാണ് കൂടെ നവ്യ നിൽക്കുന്നത് എന്ന് പോലും അറിയാതെ തന്നെ അബി സങ്കടത്തോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ പറയുക, നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ നിന്നെ നല്ല പറഞ്ഞത്. ഇല്ല, ഞാനാണെങ്കിൽ ഓരോന്ന് ആലോചിക്കുകയായിരുന്നു അമ്മയുടെ അച്ഛൻ്റെ കാര്യം. ഇനി എന്നാ അവർക്ക് ഒരുമിക്കുക എന്നൊന്നും എനിക്കറിയില്ല. ഇനി എന്നാ ഒരുമിക്കാൻ? ഇനി ഒരു ഒരുമിക്കലൊന്നും ഉണ്ടാവില്ല. നിന്റെ അമ്മയുടെ സ്വഭാവം അങ്ങനെയല്ലേ? നിന്റെ ഒരു അച്ഛനൊരു പാവ, അതെനിക്ക് മനസ്സിലായ കാര്യം തന്നെയാ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ അഭി വിളിച്ച് ഇതേപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നാഹേന്ദ്രന്റെ അടുത്ത്. എന്തായാലും നവ്യക്ക് നല്ല അഭിപ്രായം അച്ഛനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ എന്റെ മരുമോള
എന്നെ മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നിന്റെ അമ്മ തെറ്റുകാരി എന്ന് പോലും അവൾക്ക് മനസ്സിലായെങ്കിൽ എത്രത്തോളം അവള് എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഉറപ്പാ എന്നൊക്കെ നാഗേന്ദ്രൻ അബിയുടെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് അബി പറയുന്നുണ്ട്, ഇനി എന്റെ കാര്യം വല്ലതും അറിഞ്ഞാണോ? അതുമാത്രമല്ല നന്ദുമോൾ എന്റെ മകളാണെന്ന കാര്യവും ഞാനൊരു പെണ്ണുമായിട്ട് സ്നേഹത്തിലും ഒരു കൊച്ചുണ്ടായ കാര്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതൊക്കെ നടക്കാതിരിക്കാൻ വേണ്ടി അവളെ അങ്ങ് കൊന്നു കളയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവള് ആശുപത്രി കിടക്കുകയല്ലേ, ഏത് വിധേനെ നമുക്കത് കാര്യങ്ങളൊക്കെ റെഡിയാക്കാം, നീ അതിനുണ്ട് പേടിക്കൊന്നും വേണ്ട. പക്ഷെ ഓരോ തെറ്റും ഒരു ദിവസം പിടിക്കപ്പെടുമെന്ന് അവൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ എന്നെ പറയും പോലെ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ അബി നാഗേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതൊന്നും നീ വകവെക്കണ്ട, അവളൊരു പാവമാ, എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞല്ലോ എന്നൊക്കെ നാഗേന്ദ്രൻ അബിയുടെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിൽ എല്ലായിടത്തും നൈനയും ആദർശം ഒരു കാര്യം പറയുന്നത്. ഈ വീട്ടിലെ ഒരാൾ കൂടെ താമസത്തിന് വരും, ഒരു അമ്മയും മോളും. പക്ഷെ അത് സസ്പെൻസ് ആരാണെന്നുള്ള കാര്യം. പക്ഷെ അത് അബിയുടെ ഭാര്യയും കുഞ്ഞുമാണുള്ള സത്യം അറിയാനുള്ളവർക്ക് മാത്രമേ കുറച്ചു പേരേ ഉള്ളൂ. അത് മുത്തശ്ശനും അറിയാം, പക്ഷെ മുത്തശ്ശൻ ആരടുത്തും പറയുന്നില്ല. എല്ലാവരും അവരെ കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്, അവരാ വരവും കാത്ത്. പക്ഷെ അബിക്ക് സംശയം തോന്നുന്നുണ്ട്, ആരാ വരാൻ പോകുന്നതെന്ന് അറിയാതെ. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, വരുമ്പോ നീ കണ്ടാ മതി ആരാ ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നതെന്ന്. ജലജ ചോദിച്ചിട്ട് പോലും മുത്തശ്ശൻ പറയുന്നില്ല. എന്തായാലും നല്ലൊരു തീരുമാനം തന്നെയാ മുത്തശ്ശനും അതുപോലെ നൈനയും ആദർശവും എടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നവ്യ പറയുകയും ചെയ്യുന്നുണ്ട് നൈനയുടെ അടുത്ത്. കൂടെ നിന്ന് നിങ്ങളെ എല്ലാവരും ചതിക്കുന്ന ഒരാളുണ്ട്, അത് ആരെന്ന് അറിയാമോ എന്നൊക്കെ നന്ദു അനിയുടെ അടുത്ത് ചോദിക്കുന്നു. അതാണ് അവിടുത്തെ ജലജ ആൻറ്റി തെറ്റുകൾ ചെയ്തിട്ടേ ഉള്ളൂ, അതിൻ്റെ പേരിൽ എല്ലാം അനുഭവിക്കേണ്ടി വന്നത് ആ നാഗേന്ദ്രനാ. അതിനൊക്കെ ഒരവസാനം ഞാൻ തന്നെ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അപ്പോഴും മനസ്സിലാവും എന്താണെന്ന് എന്നൊക്കെ നന്ദു അനിയുടെ അടുത്ത് പറയുകയും ചെയ്യുന്നു.